ഹലോ ഗായ്സ്, റിസൺ വൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ചാനലിലെ ആദ്യത്തെ ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മളെ വീഡിയോ നമ്മളെ BSK ബസ് സിമുലേറ്റർ കേരള എന്ന ഗെയിമിൽ KSRTC പറഞ്ഞ നമ്മളെ സ്വന്തം ബസ്സായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു പാർട്ട് 1 ആണ്. അപ്പോൾ ഇത് നമ്മളെ ഈ ഗാരേജിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ ഒരു വേറെ സ്റ്റാൻഡിലേക്ക് പോകുന്നു, അത്രയേ ഉള്ളൂ ഈ വീഡിയോ. പിന്നത്തെ വീഡിയോ ആ സ്റ്റാൻഡിൽ നിന്ന് വേറെ സ്റ്റാൻഡിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്കൊന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളെ KSRTC വണ്ടി റിവേഴ്സ് എടുക്കുകയാണ്. ഓക്കെ, നമ്മളിതാ വണ്ടി എടുക്കുന്നു. ഇനി ഇവിടുത്തെ തിരിച്ച് നമുക്ക് നേരെ നമ്മളെ ബസ് സ്റ്റാൻഡിലിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഗെയിമിൻ്റെ വീഡിയോ മാത്രമല്ല, നമ്മൾ വേറെ ഗെയിമിൻ്റെ വീഡിയോസ് ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മൾട്ടിപ്ലെയറായിട്ട് കളിക്കാൻ റോബ്ലോക്സൊക്കെ കളിക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ എൻ്റെ വേറെ ഷോർട്സൊക്കെ കണ്ടവർക്കറിയാം, നമ്മളെ മീൻകുളത്തിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമ്മളിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിനി തുടരെ വീഡിയോസൊക്കെ ഇടുന്നതാണ്. ഓക്കെ, നമ്മൾ വണ്ടി ഇതാ റോട്ടുമ്മ ഇറക്കാൻ നോക്കുകയാണ്. ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടെന്നൊന്ന് ശ്രദ്ധിച്ച് വേണം നോക്കാൻ. ഓക്കെ, ജസ്റ്റ് മിസ്സ്. ഇപ്പം തന്നെ ആ വണ്ടി തട്ടീനാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡ് നമ്മൾ ഒരു കുറച്ച് ചുരന്മാരെയൊക്കെ ഒരു കുന്നിൻ്റെ നുറുള്ള സ്റ്റാൻഡിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിതാ നേരെ സ്റ്റാൻഡിലേക്ക് തിരിക്കുകയാണ്. ഓക്കെ, വഴിയോടെയും തട്ടാതെ വേണം എടുക്കാൻ. അവിടെ തട്ടുമോ? ഓക്കെ, സിമ്പിൾ. ഇതൊക്കെ എന്ത്? അപ്പോൾ നമ്മൾ വണ്ടിയിൽ എണ്ണ കുറവാണ്, കുറച്ച് എണ്ണ കുറവുണ്ടോ ഒരു സംശയം. നമുക്ക് പോകുന്ന വയ്ക്കുന്ന എന്തായാലും എണ്ണ അടിച്ചേണ്ടി വരും. അപ്പോൾ ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ആളുകളെയും കയറ്റി യഥാർത്ഥ KSRTCൻ്റെ പവർ കാണിച്ചാൽ നമുക്കിന്ന് പോകണം. അതാണ്. ഓക്കെ, നമ്മളെ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഗൈസ്, ഈ ബസ്സിൻ്റെ ഈ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് നമ്മളെ അടുത്തുനിന്ന് മിസ്സായതുകൊണ്ട് ഈ വണ്ടീൻ്റെ സൗണ്ടൊന്നും ഇപ്പോൾ കേൾക്കില്ല. എൻ്റെ വോയിസ് ഓവർ മാത്രമേ കേൾക്കുള്ളൂ. അതിന് ഞാൻ സോറി ചോദിക്കുന്നു. നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും സെറ്റാക്കുന്നതാണ്. വെച്ചാൽ ഈ വണ്ടീൻ്റെ സൗണ്ട്, ഈ ഗെയിമിൻ്റെ സൗണ്ട് ഉണ്ട്. വണ്ടി ഹോൺ അടിച്ചുകൊണ്ട് വണ്ടി പോകേണ്ട സൗണ്ടും സ്റ്റാർട്ടാക്കുന്ന സൗണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയൊരു ഇതിനാൽ നമ്മളേക്ക് ആ സൗണ്ട് കിട്ടിയില്ല. നമ്മളേക്കൊന്ന് മിസ്സായി. നമ്മളെ സൗണ്ട് ഇതാക്കാനുള്ള ആ സ്വിച്ച് നിൽക്കാൻ മറന്നു, അതുകൊണ്ട് സൗണ്ടില്ല. അപ്പോൾ ഇതിൻ്റെ വോയിസ് ഓവറിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്കത് നമ്മളെ ഫസ്റ്റ് സ്റ്റോപ്പ് തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ വണ്ടി നിർത്തി, നമ്മൾ ഡോറ് തുറന്നു, ആളുകൾ കയറുന്നു. ഓക്കെ, നമ്മൾ ലെറ്റ്സ് ഗോ പറഞ്ഞു. അപ്പോൾ ഈ ലെറ്റ്സ് ഗോ എന്നൊക്കെ പറയുമ്പോൾ 2 മണി അടിച്ചു, ടിൻഡിൻ അങ്ങനെ അടിച്ചു. ഈ ഗെയിം കളിച്ചവർക്കറിയാം. ഓക്കെ, ഈ ഗെയിമിൻ്റെ പേര് ബസ് സിമുലേറ്റർ കേരള. എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയി കളിക്കാം. ഓക്കെ, എല്ലാവരും വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ ബാക്കിൽ ഒരു നീല പ്രൈവറ്റ് വണ്ടി ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതിനെന്തായാലും കടത്തി വിടാനയക്കരുത്, നേരെ കത്തിച്ചുവിടാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ബസ്സിൻ്റെ ഏറ്റവും ഒരു ട്രിപ്പും കൂടി വരുന്നുണ്ട്. അതെങ്ങനെ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ബസ്സിട്ട് ഇപ്പോൾ ഒരു സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ മലൻ്റെ നുറുവിൽ ഉള്ള ഒരു ചുരന്മാരെയൊക്കെ ഉള്ള ഏരിയ കൂടെ നമ്മൾ പോകുന്നുണ്ട്. ചുരം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സൈഡിൽ മാത്രമേ ചുരമുള്ളൂ. ഈ ഗെയിം കളിച്ചവർക്കറിയാം. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിട്ട് അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, ആളിറക്കും. എന്നിട്ട് അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ നമ്മൾ വണ്ടി നിർത്തുന്നതാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും അവിടുന്ന് ആ പെട്രോൾ പമ്പിൽ നിന്ന് വണ്ടി ഇറക്കി നമ്മൾ നേരെ അടുത്ത സ്റ്റോപ്പിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തായാലും നമ്മളെ പെട്രോൾ പമ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് ഇപ്പോൾ ഫുൾ ടാങ്ക് ഡീസൽ നിറയ്ക്കാൻ പോവുകയാണ്. ആൾക്കാർ ബേജാറല്ല, ആൾക്കാർ തിരക്കുണ്ടാക്കും അറിയില്ല. പക്ഷെ പേടിക്കണം, നമ്മൾ
പെട്ടെന്ന് കൃത്യ ടൈമിൽ തന്നെ അവിടെ എത്തിച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഏതായാലും പമ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി ഫുള്ളാണ് കത്തിച്ച് വിടാം. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ഒന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മൾ ഏതായാലും ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിത് ആദ്യമായിട്ടുള്ള വീഡിയോ ആണ്, ഗെയിമിംഗ് വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇനി തുടരെ വീഡിയോസൊക്കെ വരുന്നതാണ്. നമ്മൾ മൾട്ടിപ്ലെയർ ആയിട്ട് റോബ്ലോക്സ് കളിക്കുന്നു, മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഗെയിം വീഡിയോസൊക്കെ വരുന്നതാണ്. ഓക്കെ, എല്ലാവരും കാത്തിരിക്കുക, നമ്മൾ പെട്ടെന്ന് നമ്മൾ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ മീൻകുളത്തിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ വീഡിയോയിൽ ഷോർട്സ് ആക്കിയിട്ട് ഇറക്കലുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. പിന്നെ ഇനി നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട്സ് ഒന്നായിട്ട് നമ്മൾ ഫിഷിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ഫിഷിങ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നമ്മളെ ഫ്രോക്കും നമ്മളെ ഫിഷിംഗ് റോഡ് കണ്ടപ്പോൾ നമ്മൾ ചെക്കന്മാർ 2 ദിവസം മുന്നേ അവിടെ കിട്ടില്ല വരാലിനെ കണ്ടു. അപ്പോൾ അതിനെ തൂക്കണം എന്നുള്ളൊരു ചെറിയ പ്ലാനുണ്ട് എടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ പരിപാടീസ് ഒക്കെ അത് നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ചിലപ്പോൾ വരും കേട്ടോ, ചിലപ്പോൾ വരില്ല, കാരണം മീൻ കിട്ടിയില്ലെങ്കിലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ചൊന്ന് സ്പീഡാക്കുകയാണ്. ചെറിയ പാട്ടൊക്കെ ഇട്ട് കുറച്ചൊന്ന് സ്പീഡാക്കുകയാണ്. കുറച്ചൊന്ന് സ്പീഡിൽ കണ്ടോളി. ഓക്കെ, നമ്മൾ ചെയ്യാത്തതൊന്നുമില്ല. അവർക്കറിയുന്ന പണി അവരെടുക്കട്ടെ, നമുക്ക് നമ്മുടെ പണി കൊടുക്കാം. നമ്മൾ ആദ്യം വെട്ടിയെടുത്തതിന് വീണ്ടും എത്താൻ പോകുന്നു. ഇനിയാണ് എന്റെ ഷോ. നിന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞത് മറ്റാൻ വീട്ടിൽ കാടൊക്കെ പറയുന്നു. അപ്പോൾ ഗൈസ്, നമ്മളിതാ നമ്മളെ ചുരത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ നിന്ന് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടിയിരുന്ന തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മൾ വണ്ണിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഇങ്ങനെ ഈ കയറ്റം ഇങ്ങനെ കയറി ഇങ്ങനെ പോക്കാം. ഓക്കെ, ഇതൊരു കിട്ടില്ല വൈബാണ്. ഇതിൽ ഞാൻ പറഞ്ഞില്ല സൗണ്ട് ഉണ്ട്, പക്ഷേ ഇതിൻ്റെയൊക്കെ ഒന്ന് റെക്കോർഡ് പോയി. കണ്ട് ഈ കയറ്റം കയറുമ്പോഴൊക്കെ കിട്ടില്ല സൗണ്ടാണ് ഗൈസ്. ഓക്കെ, നമ്മളിതാ വണ്ടി ഇങ്ങനെ കയറ്റി ഈ ചുരം ഇങ്ങനെ വെല്ലം ഒന്നാം ഗിയറിലിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മുട്ടിയോ ജസ്റ്റ് പോണു ബാക്കിൽ വണ്ടി ഉണ്ട്. പണിപ്പാളിന്നാണ് തോന്നുന്നുണ്ട് ഗൈസ്. നോട്ടിലോട്ട് വന്നിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം. യെസ് വണ്ടി കിട്ടി. നമ്മളെ വണ്ടി പവറാണ്. യെസ്, KSRTC അല്ലേ, പേടിക്കണോ? ഓക്കെ, നമ്മളെ വണ്ടി നമ്മളങ്ങനെ ചതിക്കൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മളിതാ ഞാൻ പറഞ്ഞ ആ സ്റ്റാൻഡിൻ്റെ അവിടെ നമ്മൾ എത്താനായി ഗൈസ്, എത്താനായി. ഓക്കെ, നമ്മളിവിടെ നിന്ന് സ്ലോ ആക്കി എല്ലാം അവിടേക്ക് തിരിച്ച് നേരെ അവിടേക്ക് കയറ്റാം. അപ്പോൾ ട്രിപ്പ് കിട്ടില്ല ഇന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു. ഓക്കെ, ഇവിടെ എത്തി. ഓക്കെ, ഇനി നേരെ നമുക്ക് ആ മേലുള്ള പെട്രോൾ പമ്പിൻ്റെ അവിടെ നമുക്ക് വണ്ടി കൊണ്ടുവയ്ക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെയാണ് വണ്ടി നിർത്തുന്നുണ്ട്. പിന്നെ പിറ്റത്തെ വീഡിയോയിൽ നമ്മൾ ആ വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട്, പിറ്റത്തെ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഗെയിമിന് വീഡിയോ വരും. പിന്നെ ഈ ഗെയിമിൽ അടുത്ത പാർട്ട് വരുന്നുണ്ട്. ഈ KSRTC ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് എടുത്ത് നേരെ എവിടെ കൊണ്ടുവന്നിടും, ഈ സ്റ്റാൻഡിൽ നിന്ന് ട്രിപ്പെടുത്ത് വേറൊരു സ്റ്റാൻഡുണ്ട്, അവിടെ പോകുന്നതാണ്. അപ്പോൾ നമ്മളിവിടേക്ക് വെല്ലം ഇങ്ങനെ കയറ്റി. ഓക്കെ, വെല്ലപ്പത്തെ കയറ്റി ഗൈസ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് വണ്ടി തിരിക്കാം. ഓക്കെ, നമ്മളിവിടെ എത്തി. ഇനി നേരെ റിവേഴ്സ് എടുത്ത് ടാങ്കറിൻ്റെ സൈഡിലായിട്ട് ഒരു ഒതുക്കി അങ്ങോട്ട് നിർത്താം. പിന്നെ നമുക്ക് പിറ്റത്തെ വീഡിയോയിൽ നമുക്ക് അവിടെ നിർത്താണ്ട് നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കാമല്ലോ ഗൈസ്. ഓക്കെ, തട്ടില്ല നമ്മളിങ്ങനെ ഈ കണ്ണാടിയിലൂടെ നോക്കി നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, സെറ്റ്. അപ്പോൾ വീഡിയോ കാണുന്നവരല്ലേ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ വണ്ടി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, നമ്മൾ ഫുള്ള് ഇൻറ്റീരിയറിൽ ഇട്ടാൽ തോന്നുന്നു വണ്ടി ഒട്ടിയത്. ഓക്കെ,
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. ഓക്കെ ബായ്.